നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് 4-5 മാസക്കാലമായി കർക്കിടകൻ രാശിയിൽ നീചസ്ഥനായി നിന്ന് പിന്നീട് വക്രിയായി മിഥുനത്തിൽ പോയി വീണ്ടും കർക്കിടകത്തിൽ വന്ന് വളരെയധികം മനുഷ്യരാശിക്കും കൃഷിക്കും വ്യാവസായിക മേഖലയ്ക്കും വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി, പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ഉണ്ടാക്കിയ ചൊവ്വ സേനാനായകൻ നയിക്കുന്ന ചൊവ്വ തൻ്റെ നീചസ്ഥിതി കഴിഞ്ഞ് ഇതാ ആശ്വാസത്തോടുകൂടി തന്നെ സുഹൃക്ഷേത്രമായ ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരു മഹാസംഭവം തന്നെ എന്ന് പറയുന്നു. ഒരു ഗ്രഹം നീചസ്ഥിതി കഴിഞ്ഞ് തൻ്റെ സ്വന്തം ക്ഷേത്രമല്ല സുഹൃക്ഷേത്രത്തിലേക്ക് വരികയാണ്. ഈ സുഹൃക്ഷേത്രത്തിൽ നിൽക്കുന്ന ചൊവ്വ എന്തെല്ലാം ശുഭാശുഭ ഫലങ്ങൾ മേടം മുതൽ മീനം വരെയുള്ള 12 രാശിക്കാർക്കും ഉണ്ടാക്കും എന്നാണ് നമ്മുടെ ചർച്ചാ വിഷയം. ചൊവ്വ ഭരിക്കുന്ന നക്ഷത്രങ്ങളുണ്ട്. മകേരം, ചിത്ര, അവിട്ടം. ഈ 3 നക്ഷത്രങ്ങളുടെയും രക്ഷാപുരുഷനാണ് ചൊവ്വ. നിങ്ങൾക്ക് പലപ്പോഴും കാണാം ഈ മകേരം നക്ഷത്രം അവസാനത്തെ 30 നാഴിക വരുന്ന മിഥുനൻ രാശിക്കാർ അത് പുരുഷരാശിയാണ്, ഭയങ്കര പൗരുഷം കൂടുതലായിരിക്കും. നേരെ മറിച്ച് മകേരം ഇടവൻ രാശിക്കാർ വളരെയധികം ജീവിതത്തിൽ കോംപ്രമൈസൊക്കെ ചെയ്യും, പ്രത്യേകിച്ച് സ്ത്രീകൾ പുരുഷരായാലും. അപ്രകാരം ചിത്ര നക്ഷത്രം കന്നിരാശി ഫെമിനൈൻ സൈനാണ്, സ്ത്രീ രാശിയാണ്, വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യും. മറിച്ച് തുലാൻ രാശിക്കാർ വളരെയധികം പിടിവാശിക്കാരും ഒക്കെയായിരിക്കും, പക്ഷേ വ്യാപാരത്തിൽ വളരെ സമർത്ഥരായിരിക്കും. അപ്രകാരം അവിട്ടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന മകരൻ രാശി അത് പുരുഷനായാലും സ്ത്രീ ആയാലും സൗമ്യമായ സ്വഭാവത്തിലുള്ള ഉടമസ്ഥരായിരിക്കും. കുംഭൻ രാശി അവസാനത്തെ 30 നാഴിക അവർ വളരെയധികം ശക്തരായിരിക്കാം, സ്വകാര്യത കാത്തു സൂക്ഷിക്കും, വളരെയധികം എടുത്തു ചാട്ടക്കാർ ആയിരിക്കും. അതിനാൽ ഒരു ഗ്രഹം നിൽക്കുന്ന ഭാവങ്ങൾ, പ്രത്യേകിച്ച് ചൊവ്വയുടെ മകേരം, ചിത്ര, അവിട്ടം ഈ നക്ഷത്രങ്ങളൊക്കെ തന്നെ അതിൻ്റെ പകുതി ഭാഗം സ്ത്രീരാശിയിലും മറ്റ് പകുതി ഭാഗം പുരുഷരാശിയിൽ നിൽക്കുന്നു. അതിൻ്റെതായ സ്വഭാവ സാജാത്യങ്ങളും വൈജാത്യങ്ങളും നിങ്ങൾക്ക് ദർശിക്കാവുന്നതാണ്. ഇവിടെ ചൊവ്വ എപ്പോഴാണ് മാറുന്നതെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം. ചൊവ്വ 2025 ജൂൺ മാസം 7-ാം തീയതി പുലർച്ചെയാണ് എവിടെ വരുന്നത്? ചിങ്ങൻ രാശിയിലേക്ക് വരുന്നത്. ആ ചൊവ്വ തന്നെ 51 ദിവസം, അതായത് 2025 ജൂലൈ 28 വരെ എവിടെയുണ്ട്? ചിങ്ങൻ രാശിയിലുണ്ട്, തൻ്റെ സുഹൃക്ഷേത്രത്തിലുണ്ട്. മലയാള മാസം നാം ചിന്തിക്കുകയാണെങ്കിൽ 1200 ഇടവമാസം 24-ാം തീയതി മുതൽ കർക്കിടക മാസം 12-ാം തീയതി വരെ 51 ദിവസം ചൊവ്വ സേനാ നായകൻ ചിങ്ങൻ രാശിയിലേക്ക് നിൽക്കുന്നു. സ്വതവേ ചിങ്ങൻ രാശി അധികാരത്തെ സൂചിപ്പിക്കുന്ന രാശിയാണ്, സൂര്യൻ്റെ മൂലക്ഷേത്രമാണ്. അവിടെ ചൊവ്വ നിൽക്കുമ്പോൾ ആ ചൊവ്വയും തൻ്റെ ബലവും പൗരുഷവും പ്രതാപവും ഒക്കെ തന്നെ പ്രകടിപ്പിക്കും. തനിക്ക് ദുർബലമായൊരു രാശിയിൽ വന്ന ഗ്രഹമാണ് തൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് വരുന്നത്. നല്ല ഭക്ഷണം കഴിച്ച് അദ്ദേഹത്തിൻ്റെ ശരീരം മാനസികമായും ശാരീരികമായും അദ്ദേഹം തൻ്റെ ശരീരമൊക്കെ പോഷിപ്പിക്കേണ്ടുന്ന ദിവസങ്ങളാകുന്നു 51 ദിവസം. നാം ഇവിടെ ചർച്ച ചെയ്യുന്നു മേടൻ രാശി മുതൽ മീനം വരെയുള്ള ഈ 51 ദിവസക്കാലം എപ്രകാരം ചൊവ്വ ശുഭാശുഭങ്ങളെ ഫലം ചെയ്യും മേൽപ്പറഞ്ഞ 12 രാശിക്കാരുമെന്ന വിഷയമാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഡോക്ടർ മഹാരാജ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അതിനിടയിൽ ഒരു വാക്ക്, നമ്മുടെ ചാനൽ ഇപ്പോൾ 1 വർഷം കൊണ്ട് നമുക്ക് 32 ലക്ഷം വ്യൂവേഴ്സിൻ്റെ മുകളിലായി കഴിഞ്ഞു. 20,000-ഓളം സബ്സ്ക്രൈബേഴ്സായി. 2600-ഓളം വീഡിയോ ഡോക്ടർ മഹാരാജ് നിങ്ങൾക്കായി ചെറുതും വലുതുമായി നിങ്ങൾക്കായി സമർപ്പിച്ചു. ലോകം മുഴുവനും ഡോക്ടർ മഹാരാജ് എന്ന് നമ്മുടെ പ്രേക്ഷകർ വിളിക്കാറുണ്ട്. അത് വളരെയധികം സന്തോഷദായകമാണ്, സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നു. നമുക്ക് വിവരമുള്ള വിഷയം അതല്പമായാൽ പ്രയാസങ്ങൾ നേരിടുന്ന വ്യക്തിക്ക് അത് എന്ത് കൊടുക്കുക, പകർന്നു കൊടുക്കുക, വിദ്യ അറിവ് പകർന്നു കൊടുക്കുക എന്ന മഹത്തായ ദൗത്യമാണ് ഡോക്ടർ മഹാരാജ് എന്ന ചാനലിലൂടെ നാം ചെയ്യുന്നത്. ഇവിടെ ഏറ്റവും കാര്യമായി നാം മനസ്സിലാക്കേണ്ടത് വൃശ്ചികൻ രാശിയുടെ അധിപനായ ഗ്രഹമാണ് ചൊവ്വ. ഈ ചൊവ്വക്കൊരു വിശേഷ ദൃഷ്ടിയുണ്ട്. ചതുരസ്രം 4-8 ഭാവങ്ങളിൽ വിശേഷ ദൃഷ്ടിയാണ്. ചതുരസ്രം എന്നാൽ 4-8 ഭാവങ്ങൾ. ഇവിടെ ചൊവ്വക്ക് വൃശ്ചികൻ രാശിയിൽ നിൽക്കുന്ന ചൊവ്വ തൻ്റെ വിശേഷ ദൃഷ്ടി 4-ാം ഭാവത്തിലേക്കുണ്ട്, അത് വൃശ്ചികൻ രാശിയിലേക്കാണ്. അതിനാൽ ഇതൊരു രാജയോഗത്തെ പ്രദാനം ചെയ്യും ഈ 51 ദിവസക്കാലം വൃശ്ചികം രാശിക്കാർക്ക്. എന്താണ് വൃശ്ചികൻ രാശി? വിശാഖം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങൾ വരുന്ന 2 നക്ഷത്ര സമൂഹമാകുന്നു. അതിനാൽ ഈ നക്ഷത്രക്കാർക്ക് ഈ ചൊവ്വ നല്ല പല കാര്യങ്ങളും ചെയ്യും. ഭൂമിപരമായ വിഷയങ്ങൾ, ഇൻഡസ്ട്രി സംബന്ധിച്ച കാര്യങ്ങൾ,
ആത്മികമായ കർമ്മമേഖലയിൽ വിജയിക്കുക തുടങ്ങിയ നല്ല അനുഭവങ്ങൾ വൃശ്ചികൻ രാശിക്കാർക്ക് ചൊവ്വ ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. കാരണം ഭാവാധിപൻ ഭാവത്തിലേക്ക് നോക്കുന്നു. പിന്നീട് ഇതേ ചൊവ്വ രോഗാധിപനാണ്. വാഹനങ്ങളെ വളരെയധികം ശ്രദ്ധിക്കണം. വാഹനങ്ങളുടെ അപകടങ്ങൾ വരുന്ന സമയമാണ്. പലപ്പോഴും തന്നെ കാശ് മറ്റുള്ളവർ വാങ്ങി തന്നെ ചതിക്കുന്ന സമയമാണ്. അപ്പോൾ പ്രകോപിതനായി അവിടെ പോയി കലഹമുണ്ടാക്കും ഈ ചൊവ്വ. അതിനാൽ ധനമൊക്കെ തൻ്റെ കൈവശത്തിൽ നിന്ന് പോകുമ്പോൾ വളരെ ജാഗ്രത പാലിക്കണം. 10 പ്രാവശ്യമല്ല 100 പ്രാവശ്യം ചിന്തിക്കണം. അല്ലെങ്കിൽ വലിയ ധനനഷ്ടം സംഭവിക്കും ഈ കാലയളവിൽ. വളരെ ശ്രദ്ധിക്കുക. അല്ലാതെ കർമ്മമേഖല രാഷ്ട്രീയക്കാർക്കൊക്കെ തന്നെ വളരെ നല്ല ഗുണമുള്ള സമയമാണ്. ബുച്ചേഴ്സ് ഇറച്ചി വെട്ടുകാർക്കൊക്കെ ഈ ചൊവ്വ വളരെ ഗുണമുണ്ടാക്കും. 10ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നത് ദിഗ്ബലവാനായിട്ടാണ്. നല്ല ഫലമാണ് 10ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുമ്പോൾ പറഞ്ഞിരിക്കുന്നത്. സൂര്യനും ചൊവ്വയും 10ാം ഭാവത്തിൽ വന്നാൽ വളരെ നല്ല ഫലങ്ങൾ ആചാര്യൻ പറഞ്ഞിട്ടുണ്ട്. കുലേതസ്യകിം മംഗളം മംഗളന്നോ ജനേർഭൂയതേ മധ്യഭാവോ യതിസ്യാത് സ്വതസിദ്ധയേവ അവതംസായതേസോ വരാഗോപി കണ്ഠീരവയ്ക്കും ദ്വിതീയ. തൻ്റെ ഉത്സാഹവും പ്രഭാവവും കൊണ്ട് ഈ വ്യക്തി സിംഹത്തെ പോലെ ശോഭിക്കുമെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. 10ാം ഭാവത്തിൽ മേഷൂരണം 10ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുമ്പോൾ തൻ്റെ പ്രയത്നങ്ങൾക്കൊക്കെ എന്ത് ചെയ്യും? അനുകൂലമായ സമയം കൈവരും. അവിടെയും ആവേശം കാണിക്കരുത്. പാപഗ്രഹമായ ചൊവ്വ 10ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ അയാൾ ശത്രുപതി കൂടെയാണ്. പലപ്പോഴും തൻ്റെ കർമ്മമേഖലയിൽ ശത്രുക്കൾ ധാരാളം വരും. പാവേ കർമ്മഗതേ കർമ്മവിഹതിഹി, തൻ്റെ കർമ്മത്തിന് തടസ്സമുണ്ടാകാം. കീർത്തിക മങ്ങലുണ്ടാക്കാം. ദാസാലംബനിയോർ വിനാശനമപി, താൻ ആശ്രയിക്കുന്നവർ തൻ്റെ ഭൃത്യജനങ്ങൾക്ക് നാശമുണ്ടാവുക. അതിനാൽ ഇൻഡസ്ട്രി സംബന്ധിച്ചുള്ള വിഷയങ്ങളിൽ തീ കൊണ്ട് ബുദ്ധിമുട്ടുകൾ, ആഗ്നികമായ പ്രയാസങ്ങൾ ഉണ്ടാവുക, പെട്ടെന്ന് അപകടങ്ങൾ വരിക, ഇങ്ങനെയുള്ള ധാരാളം ബുദ്ധിമുട്ടുകൾ ഈ ചൊവ്വ ഉണ്ടാകും. ദാസാലംബനയോർ വിനാശനമപി, തന്നെ ആശ്രയിക്കുന്നവർക്കും തൻ്റെ ഭൃത്യജനങ്ങൾക്കും രോഗാദി അരിഷ്ടതകൾ വരിക, അവർ തന്നെ നശിപ്പിക്കാൻ ശ്രമിക്കുക. ജാനുരുക്രോഷണം, തനിക്ക് കാൽമുട്ടുകൾക്ക് തുടകൾക്കുണ്ടാകുന്ന രോഗങ്ങളും വളരെ ശ്രദ്ധിക്കണം. പാദങ്ങൾക്കുണ്ടാകുന്ന പരിക്ക്, വൈകല്യങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ വൃശ്ചികൻ രാശിക്കാർ ഈ 51 ദിവസക്കാലം അറിഞ്ഞു പെരുമാറിയാൽ അത് വളരെ നല്ലതാണ്. കർമ്മമേഖലയുടെ പുത്തൻ വസന്തം വരും വൃശ്ചികൻ രാശിക്കാർ. അതിനാൽ എല്ലാവിധ നന്മകളും വൃശ്ചികൻ രാശിക്കാർക്ക് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.